അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ മദ്ദും ബിൽ യാ, യാ മദ്. ഓരോ അക്ഷരത്തിനോടും യാ മദ് ചേർക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കെസറിൻ്റെ കൂടെയാണ് യാ മദ് വരിക അല്ലേ. ഫത്തഹ ആവുമ്പോൾ ഏത് മദ്ദ വരിക? അലിഫ് മദ്. ഓക്കെ, കെസർ ആവുമ്പോൾ യാ മദ്. കെസറിൻ്റെ കൂടെ അലിഫ് മദ് വരുമോ? ഇല്ല അല്ലേ. ഓക്കെ, കെസറിൻ്റെ കൂടെ വാവ് മദ് വരുമോ? അതും വരില്ല. അപ്പോൾ ഓരോരോ വാക്കുകൾ നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റത്തെ വേർഡ് ബി. ബീൻ്റെ കൂടെ ഏത് മദ്ദ വരിക? യാ മദ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയാവും? ബി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ തീ. തീൻ്റെ കൂടെ ഏത് മദ്ദ വരിക? തീക്ക് കെസറാണ് അല്ലേ. അപ്പോൾ തീൻ്റെ കൂടെ ഏത് മദ്ദ വരിക? യാ മദ്. തീ. സീൻ്റെ കൂടെ യാ മദ് വരുമ്പോൾ സീ. ജീൻ്റെ കൂടെ യാ മദ് വരുമ്പോൾ ജി. ഹാൻ്റെ കൂടെ വരുമ്പോൾ ഹീ. ഹോൻ്റെ കൂടെ വരുമ്പോൾ ഹീ. ദി. ദീ. സി. സീ. റി. റീ. സി. സീ. സി. സീ. ഷി. ഷീ. സ്വി. സ്വീ. ലി. ലീ. ത്വി. ത്വീ. ലി. ലീ. ഐ. 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 ഫി. ഫീ. ഖി. ഖീ. കി. കീ. ലി. ലീ. മി. മീ. നി. നീ. ഹി. ഹീ. വി. വീ. യി. യീ. ഇവിടെ യായിൻ്റെ കൂടെ യായിന് കെസറായപ്പോൾ യാ മദ് തന്നെ വന്നു അല്ലേ. ഈ. നെക്സ്റ്റ് ഹംസ. ഈ. ഈ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓരോ ലെറ്റേഴ്സിൻ്റെ കൂടെ യാ മദ് വരുമ്പോൾ അതിന് സൗണ്ടിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. എന്നാലേ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേർഡ്സുകൾ വായിക്കുമ്പോൾ അത് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.